ഷീമാട്ടിയുടെ മിറൊക്കെ ഓർമ്മ തന്നെ. സോ അപ്പോൾ ഇത് ഡേ 3 ഇൻ തായ്ലൻഡും പോട്ടെ മലേഷ്യ ആയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ബാത്തു കേവ്സ്. നമ്മൾക്ക് ആ സ്റ്റെപ്സ് ആണ് കയറേണ്ടത് ഗൈസ്. ഓ മൈ ഗോഡ്, എന്നാടോ കയറുമായിരിക്കും. നമുക്ക് നോക്കാം. പെട്ടെന്ന് അല്ലാട്ടോ ലേഡി. യെസ് മാഡം. സെൻട്രൽ വഴി പോവാം. ഹായ് ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ആക്ച്വലി അവിടെ ചത്തക്കിരിപ്പുണ്ട്. നൈസ്. ജിമ്മി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഒക്കെ വരും പറ്റി. ഞങ്ങളങ്ങനെ 1 വേ കഷ്ടിച്ച് കയറിട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അതിൻ്റെ അകത്ത് ഭയങ്കര രസമുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തുള്ളിയൊക്കെ വീഴുകയൊക്കെ ചെയ്യും. പക്ഷേ രസമുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ തിരിച്ച് കയറുകയും ചെയ്തു, ഇറങ്ങുകയും ചെയ്തു. പക്ഷെ അത്രയും പോസിബിൾ ഇല്ല, പക്ഷെ തന്നെ കുഴപ്പമില്ല. കണ്ടോ, നമുക്ക് വേറെ അടുത്ത സ്റ്റെയർ കയറാണ്ടോ അവിടെ. അതുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചാവാണ്. നല്ല ഭംഗിയുള്ള കേവാലേ ഈ അമ്പലമാട്ടോ. ഈ അമ്പലത്തെ ആക്ച്വലി കയറാൻ പോയി. അവിടെ നിന്ന് തണുത്ത വെള്ളം കിട്ടുമെന്നും പറഞ്ഞു. അതിന് കഴിഞ്ഞ രസമുണ്ടല്ലേ. ഓ മൈ ഗുഡ്നസ്. തല്ലിറങ്ങുന്നു. അതിൻ്റെ അവിടെയുള്ള ഒരു സ്റ്റെയർ കയറി നമ്മൾ പോകണം കുറച്ചും കൂടെ. എവിടെയും പിന്നെയും കയറിയപ്പോൾ വേറൊരു അമ്പലമാണെങ്കിൽ സുഭാഷേ. അങ്ങനെ ആക്ച്വലി അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള ഒരു സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, കുഞ്ഞിത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുക. എനിക്ക് കയറാൻ എളുപ്പമായിരുന്നു, എനിക്ക് ഇറങ്ങാതാന്ന് തോന്നി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു ലെവലില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഏതൊരു ചേച്ചീൻ്റെ ബാഗൊക്കെ എടുത്ത് അത് ഓടിച്ചാടിയൊക്കെ പോയത് കേട്ടോ. ആ ചേച്ചി അവിടെ ഇരുന്നിട്ട് കുരങ്ങനെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഏതായിരുന്നു? കേബിൾ കാറാട്ടോ. അപ്പം ഞങ്ങളവിടെ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. ഒരു കേബിൾ കാറ് പോകുന്നേക്കാൻ മുന്നേ ഞങ്ങൾ 2 സ്ഥലത്ത് കയറ്റി. ഒന്ന് ഇതേപോലത്തെ ഒരു സ്ഥലം കേട്ടോ. ലൈക്ക് നമുക്കിങ്ങനെ സാധനങ്ങൾ മേടിക്കാം. ബാഗ് ഉണ്ടായിരുന്നു, അവിടെ കുറേ വാച്ചസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ തൊട്ടക്കത്തിനും കാശായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ വലിയ എന്താ പറയുക ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. നമുക്കിങ്ങനെ ഈ ബാർഗെയിനൊക്കെ ചെയ്ത് വില വീശി കുറച്ചൊക്കെ തരുമ്പോൾ ഒരു സന്തോഷം. എടാ എന്നെയും കൊണ്ടുപോണേ. ഒരുമാതിരി വലിച്ചഴിച്ച് കൊണ്ടുവന്നോ. അതെ, അവിഹിതം അതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ ഈ കേബിൾ കാറിൽ കയറിയിട്ട് പോവാണ്. ഇത് ഇച്ചിരി ഉണ്ട് കേട്ടോ പോകാൻ. ഞങ്ങൾ വർക്കലിൽ പോയപ്പം പെട്ടെന്ന് എത്തിയായിരുന്നു. മറ്റേ ജഡായി ഉണ്ടല്ലോ, അവിടെ ചെന്നപ്പം പെട്ടെന്ന് എത്തി. ഇത് കുറച്ചുണ്ട്, എനിക്കൊന്ന് 2-3 സ്റ്റോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിലൊരു ടെമ്പിൾ എന്തുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റും, പക്ഷെ കയറാനാണ് ഇച്ചിരി ടെററാണ്. അപ്പം നമ്മളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ്. അതിൻ്റെ ഇടയിൽ വേറൊരു ടെമ്പിൾ നമ്മൾ കണ്ടു. ആ ടെമ്പിൾ രസമായിരുന്നു, നല്ല വ്യൂ അവിടെ. ടെമ്പിളൊന്നും കിട്ടിയിട്ടില്ല. ടെമ്പിൾ കണ്ടില്ലല്ലോ. ഞാൻ ടെമ്പിൾ കണ്ടിടൂ. റെക്കോർഡിംഗ് ഓണല്ലായിരുന്നു. മറ്റേത് പൊടി പോലും കിട്ടത്തില്ല. ഇതാണ് കയ്യും കാലും ഒടിയത്തേ ഉള്ളൂ. 5 മണിക്ക് അടുത്ത വണ്ടി. അങ്ങനെ നമ്മൾ ഈ കേബിൾ കാറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്ന ഒരു മോളാണ്. ഭയങ്കര വലിയ മോളാട്ടോ. ഞാനും ആക്ച്വലി ഇവിടേക്ക് വഴിതെറ്റിയൊക്കെ പോയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, എന്തൊക്കെയുണ്ട് കഴിക്കാൻ. അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയ മോളാണ്. അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ബെസ്റ്റ് ഉള്ള സ്ഥലത്ത് പോകാൻ വെച്ച് ആണ് ഞങ്ങളൊരു തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ എസ്കലേറ്റർ കയറി, ഞങ്ങൾ കുറേ ലിഫ്റ്റ് പിടിച്ച്, ഞങ്ങൾ കുറേ നടന്ന് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അതിവിടെ കാണുന്നില്ല. അത് ഞാൻ എടുത്തില്ല.
വരുന്നുണ്ട് ആ സ്ഥലം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡ് എനിക്ക് ഇച്ചിരി കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയായിരുന്നു. ഇതൊരു അറബ് സ്വീറ്റ്സ് കടയായിട്ട് ഇവിടെ ഞങ്ങൾ സ്വീറ്റ്സ് മേടിച്ചായിരുന്നു. ഇവിടുന്ന് ഈ പുള്ളിലിപ്പോൾ ഒരു സാധനം എടുത്തരും, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാധനമായിരുന്നു. ഈ സ്ഥലത്തെ ഫുഡാണ് എനിക്ക് ഇച്ചിരി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് വേറെ ആരും മേടിച്ചില്ല. അപ്പോൾ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ചാനലിൻ്റെ പിള്ളേരെ നമ്മളൊരു ഈ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത്. ഇറ്റ് വാസ് ദി വേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും കഴിച്ചു. കുടിക്കല്ല എക്സ്പ്രഷൻ വേണം. എന്താ വെറുപ്പിക്കാതെ കൈ നെക്സ്റ്റ് കഴിക്ക് എന്നിട്ട് എക്സ്പ്രഷൻ. മടത്തൊക്കെ നോക്കണം ഒരാൾ. അങ്ങനെ ആഷ്ലിൻ്റെ സാധനം ദുരന്തമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ സാധനം വാസ് ലൈക്ക് ഓക്കേഷായിരുന്നു. ആ ലിക്വിഡ് എന്തോ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബോൾ മറ്റേ എന്താണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന 2 ഉണ്ടയും കഴിക്കാൻ പറ്റും. പക്ഷെ ആഷ്ലി സ്മൈൽ എങ്ങനെയുണ്ട് ഈ സാധനം കമ്പാരിറ്റീവ്ലി? എനിക്ക് വേണം ഭയങ്കര ടൂ മച്ച് ഷുഗർ വിശപ്പ് ഇത് തിന്നപ്പോൾ ഒന്ന് വയറ് പറഞ്ഞപ്പോൾ ഞാൻ പകുതി ഞാൻ അപ്പുറത്തെ സൈഡിൽ എന്നാലും എനിക്ക് ഞാൻ ഇവിടെ എന്നെ ആരും കൊണ്ടുപോയില്ല. ഇനിയിപ്പം അടുത്തുള്ളത് നമ്മൾ ഫുഡ് കഴിച്ചാണ്. പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മറ്റേ ഗെയിമിംഗ് സെക്ഷൻ ആട്ടോ. ഇവിടെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ആദ്യം നീമോ ഇതേപോലെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഒരെണ്ണത്തിൽ കയറാമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. പിന്നെയാണ് നമ്മൾ 2ാമത്തേൽ കയറി. അതിൻ്റെ വിശേഷം ഞാൻ വീഡിയോ വെച്ച് കാണിച്ചു തരാവേ. ഞങ്ങൾ റോളർ കോസ്റ്ററിൽ കയറാൻ പോവാ. ഞങ്ങളിപ്പോൾ അതേ ടിക്കറ്റ്സ് എടുക്കാം കേട്ടോ. വി ആർ സോ എക്സൈറ്റഡ്. അടിപൊളിയായിരിക്കും. അങ്ങനെ ആ സാധനത്തിൻ്റെ അകത്ത് ഞങ്ങൾ കയറി ഞങ്ങൾ ചെറുതായിട്ട് മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അത് അവിടെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു തോന്നുന്നു. പക്ഷെ അത് കണ്ട് ക്യൂട്ടായി ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ വഴിയൊക്കെ തെറ്റിപ്പോയായിരുന്നു. ഞങ്ങൾ മറ്റേ ഒരു അറബിക് സ്വീറ്റ് കഴിക്കാൻ വിചാരിച്ചല്ലോ, വഴിയൊക്കെ തെറ്റിപ്പോയായിരുന്നു. അതിന് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. അതിന് ഞങ്ങൾ പൂളിൽ ചാടി കുറച്ച് നേരം, ഒരു 1 hour 1.5 hour. അതിന് ഞങ്ങൾ തിരിച്ച് എങ്ങോട്ട് പോവാണ്, നമ്മൾ ഫുഡ് സ്ട്രീറ്റിൽ പോവാം കേട്ടോ. ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് ഞങ്ങൾ മിസ്സാക്കി. അപ്പം നമ്മളത് കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ ഗ്രാബിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലെത്തിയേ. മാംഗോ സ്റ്റിക്കി റൈസ് ഇഷ്ടമാണ്. മാംഗോ അതെ ചോക്ലേറ്റ് മിൽക്കല്ലേ? അതെ, ഒന്ന് നക്കി നോക്കിയിട്ട് ഷുഗർ ഉണ്ടോ എന്നിട്ട് ഷുഗറുണ്ട്. പക്ഷെ വേറെ പോയി ഇവിടെ അല്ലാതെ കോക്കനട്ട് മറ്റേ പൗഡറിൻ്റെ മിൽക്കാണ്. അല്ല, ഇവർക്ക് ഇവിടെ കോക്കനട്ടിന് കുറേ ഉള്ളതുകൊണ്ട് ഇവർ അതിൻ്റെ പൗഡറാക്കാൻ ഇഷ്ടമായി. എന്നാൽ ഒഴിക്കും. അതെനിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ മാത്രമേ ഒഴിക്കുള്ളൂ. ഇതെനിക്ക് ഇഷ്ടമായി. അത് ഒഴിച്ചാൽ കഴിക്കേണ്ടത് നടുക്ക് വെക്കാൻ അങ്ങനെയല്ല. ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ട് ഒറ്റ ഒഴിച്ചാൽ പോലെ. എന്തായാലും നമ്മൾ ഒഴിക്കാൻ തീരുമാനിച്ചല്ലോ. ഒഴിച്ചു മാംഗോ ഒഴിക്കണം. അല്ല, എനിക്കറിയില്ല ഇതെങ്ങനെയാ പറ്റും. എല്ലാത്തിനും ഒഴിക്കണേ. ഇച്ചിരി മാറ്റി വെച്ചു, ലാസ്റ്റ് വെച്ചാൽ കഴിക്കാൻ വേണ്ടി നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ 4 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് എന്താണ് ഇവിടെ കിട്ടുന്നതെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 4 രൂപയുടെ മില്ലോ കോൾഡ് മില്ലോ നമ്മൾ ഓർഡർ ചെയ്ത്. എന്നാലും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്ത് നമ്മൾ ഇരുത്തത്തില്ല, അതിൻ്റെ തണുക്കത്തില്ല. അപ്പം നമ്മളിത് ട്രൈ ചെയ്യാം. ആക്ച്വലി ഇതിൽ സോക്കാണോ സാധനം പിടിച്ച് ഞാൻ ഒന്ന് വിടിയിക്കട്ടെ. അടിയോട്ട് ആക്ച്വലി
അത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര വിചാരിച്ചിരുന്നു. കിട്ടിയോ കഷ്ടപ്പെട്ട് എനിക്ക് കുറവ് കിട്ടി. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി നമ്മളപ്പോഴാണ് റിയലൈസ് ചെയ്ത ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടും. അപ്പം നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് മോശമല്ലേ പോയാലും. നമ്മൾ പോയ എവിടെ നമ്മൾ കണ്ടില്ല, പക്ഷെ അവർ പോയ വഴി മുഴുവൻ ഇതായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളത് കഴിച്ച് കഴിയാറായപ്പോൾ നമ്മുടെ കൂട്ടിലുള്ള എല്ലാവരും വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മസാജിന് കയറിയേക്കുവാണേ. Are you excited for the massage? കാലിന് നല്ല വേദനയുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് കഴിയുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അന്നേരം ഇത് നോക്കിയിട്ട് തീരുമാനിക്കും ഇനി വേറെ വല്ലതും കൂടെ ചെയ്യണം. ഷോൾഡർ മസാജ് തെറ്റിയിരിക്കരുത്, ഷോൾഡർ മസാജ് വന്നേക്കും. Actually, അങ്ങനെ മസാജ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് കാല് വെച്ചാണ് തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സീരിയസ് ആയ വലിയൊരു കഥയൊക്കെ പറഞ്ഞ് തുടങ്ങി. അതിൻ്റെ ഇടയിൽ അപ്പം പുള്ളി നമ്മളോട് ചോദിച്ചായിരുന്നു ഒരു ഷോൾഡറും കൂടെ വേണം. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് വേണ്ട നമുക്ക് പോകാൻ സമയമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കഥയുടെ ഇൻറ്റൻസിറ്റി കാരണം നമ്മൾ അവസാനം ഷോൾഡറും കൂടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടക്കുവാട്ടോ. വി തോട്ട് നമ്മൾ വെറുതെ നടക്കാമെന്ന് എപ്പോഴും. നമ്മുടെ കഥ അപ്പോഴും തീർന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് നടന്നത്. അങ്ങനെ ഞാൻ ഈ എണ്ണി കണ്ടുപിടിച്ചു. ഞാൻ ആക്ച്വലി ABJ വേണ്ടെന്ന് വെച്ചാൽ ആനി ബ്രിജ് ജോസഫില്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. നമ്മുടെ ലാസ്റ്റ് ഡേ ആട്ടോ, 4th ഡേ ഇൻ മലേഷ്യയാണ്. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കണം. ഇത് ഏത് ഷോപ്പാണ്? ചൈന സ്ട്രീറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ കുറച്ചധികം സാധനം മേടിച്ചു. ഇവിടെ നല്ല ലിറ്ററിൽ ഞങ്ങളുടെ പൈസ പൊട്ടി തുടങ്ങിയത് തന്നെ. പക്ഷേ നമ്മളൊരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്തു, അത്രേൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ബാഗ്സ് ഉണ്ടായിരുന്നു, പെർഫ്യൂംസ് ഉണ്ടായിരുന്നു, ഡ്രസ്സ് ഉണ്ടായിരുന്നു, പിന്നെ വേണ്ട ബെൽറ്റ്സ്. ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്, അല്ല ഞാൻ ഓർഡർ ചെയ്തതാണ്. ഓറിയോ ലാവ കാണുമ്പോൾ രസമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. കഴിപ്പിച്ചിരി കൂടുതലാണ്. സാധാ കോഫി അല്ലേ കുടിക്കും അല്ലേ? കഴിപ്പിച്ചിരി കോലി പിടിച്ച് അവിടെ ഇതിൻ്റെ അകത്ത് വല്ലതും വരുമെന്നാണോ അവർ പറഞ്ഞത്? എല്ലാം ഉണ്ടോ? പിന്നെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കുറച്ച് ഇരുന്ന് കട്ടാനും ഇതെല്ലാം ഉണ്ടോ? ഇല്ലടോ, അതിൻ്റെ അകത്ത് ഉണ്ട്. ഒലിച്ചൊന്നും വരുന്നില്ല. പറയണമെങ്കിൽ ഇതെല്ലാം പറയണം. എന്തോ ഉണ്ട് തോന്നല്ലേ? ഞാൻ കട്ട് ചെയ്തോട്ടെ. എടോ ഗൈസ്, നമ്മളപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടന്ന് പോകുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മേടിച്ച സാധനമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ വെച്ചപ്പോൾ അതിന് 1 റിങ്കറ്റ്. അത് ഇച്ചിരി അലമ്പായിട്ട് പോകുന്നത്. നമ്മളൊക്കെ നാട്ടിൽ ഈ എന്താ പറയുക, കുപ്പി പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മറ്റേ ചൂടുവെള്ളം മേടിച്ചിട്ട് അരച്ച് കുടിക്കുന്ന ടീമാണല്ലോ. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നൈസ്. പിന്നെ അവിടെ നമ്മൾ ഇരുന്ന സമയത്ത് ഒരാളുടെ ബർത്ത്ഡേ ഒക്കെ അവർ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളും കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും സെയിം തന്നെ ഷോപ്പ് ചെയ്യുമായിരുന്നു. നമ്മൾക്ക് ഓഫീസിൽ കൊടുക്കാൻ ഉള്ള മേടിക്കണമായിരുന്നു. വീട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളായിരുന്നു. നമ്മൾ ആകെ ആ സമയത്ത് മേടിച്ചെന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമായിരുന്നു തോന്നുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതും കട്ട് നോക്കിക്കോളൂ. നാട്ടിലെ പോലെ തന്നെ ആരാടോ നല്ല ഭംഗിയുണ്ടല്ലോ. എടാ അതിരിക്കുന്ന ആരാടോ? വേറെ ആരോ സായിബാബ ഇതൊന്നുമല്ല. ഈ ഒരു ടെമ്പിളും അത്യാവശ്യം രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ 2 പിള്ളേർ ബുക്കൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തിനാണ് പറഞ്ഞു, നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയാണ് യൂഷ്വലി നമ്മുടെയൊക്കെ ഇവിടെ യൂഷ്വലി എന്താ വല്ല ബുക്ക് നോക്കി പറക്കി വയ്ക്കാറുള്ളൂ.
കത്തിച്ച് ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി രൂപങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോയെന്നറിയോ, നമ്മൾ ഏതോ കൺവീനിയൻസ് സ്റ്റോറോ എന്നിട്ട് 7-Eleven തപ്പി ഇറങ്ങിയത്. കാരണം അവിടെയാണ് അത്യാവശ്യം അഫോർഡബിളായിട്ടും നമുക്ക് ഫുഡ് കിട്ടുന്നത്. എനിക്ക് ഫുഡ് നാട്ടിലേക്ക് എന്തായാലും കൊണ്ടുവരണുണ്ടായിരുന്നു. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവിടെ ഒരു ഫ്ലവർ ഷോപ്പാണ്. ഞങ്ങൾ കണ്ടായിരുന്നു ആക്ച്വലി ഒരു ചേട്ടൻ ഫ്ലവർ കൊണ്ടുപോകുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വന്നാൽ മതി, എനിക്ക് ധൃതി ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ. ഇതും ഒരു മോസ്കാണ്. ഇത് ഭയങ്കര നമുക്ക് ഇവിടെയും വെച്ച് നമുക്ക് മറ്റേ തല ഉൾപ്പെടെയും മൂടേണ്ട ഒരു പർദ്ദ പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് രസമായിരുന്നു. ഫീലില്ലേ ഇതെന്താണോ ഇതൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇവിടെ. അത് എൻ്റെയൊക്കെ ഒരു മുട്ട വരുത്തിയ പോലെ. ബാക്കിയുള്ളവർ കഴിയുമ്പോൾ ഒരു വൃത്തിയുണ്ട്, നമ്മളെ കഴിയുമ്പോൾ എന്താ ഇങ്ങനെ. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഭയങ്കര ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അവിടെ. ഐ ഡോണ്ട് റിമെമ്പർ. എന്തായാലും നമ്മൾ അകത്ത് കയറി നമ്മൾ ജസ്റ്റ് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഈ ഒരു ചേച്ചിയൊക്കെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അവിടെ എന്താ സംഭവം എന്നൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതിൽ നമ്മൾ സുസ്സാക്കാൻ പോയതല്ല. ആ വാഷ്റൂം അത്ര അടിപൊളിയല്ലായിരുന്നെങ്കിലും ഈ നടന്ന് പോകുന്ന വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു ഗൈസ്. എന്നെ ഒന്ന് കാണിച്ചേടോ, ഞാൻ എന്ത് കോലത്ത് സുന്ദരി നേരെ മനുഷ്യ പോലെയാണെന്ന് പറയത്തില്ല. സ്ലീപ്പൊന്നും എന്തോ അല്ല മെല്ലെ മതി, ഞാൻ ഇങ്ങനെ അല്ല ആശ്വാസമായിട്ട് സന്തോഷമായിട്ട്. ഓ താൻ വീഡിയോ ആയിരുന്നോ? ഞാൻ ഫോട്ടോ ആണ് വിചാരിച്ചപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ സൗണ്ട് അടിച്ച് വേൾഡിൽ എനർജി കുറവ് പറയണം.